ആനിമെ റെക്കമെൻഡേഷൻസ് എപ്പിസോഡ് നമ്പർ 4 ദ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. ഒരു ആനിമെ ഫാനായിട്ട് പോലും ഇന്നേ വരെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം മിസ്സാക്കിയത് ജസ്റ്റ് ഒരു മൂവി മാത്രമല്ല, ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം അത്രത്തോളം വലിയ രീതിയിൽ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയാണ് ദ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. ഈ സിനിമ കണ്ടിറങ്ങിയ ഭൂരിഭാഗം പേരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു തുള്ളി കണ്ണീര് പോലും വീഴാതെ ഈ ഒരു സിനിമ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്ന്. സിനിമയുടെ കഥ നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്തെ ജപ്പാനിലാണ്. ഈ ഒരു യുദ്ധത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. ഒരു ചെറുപ്പക്കാരനായ സെയ്ത്ത, അവന്റെ കുഞ്ഞനിയത്തിയായ സെറ്റ്സുക്കോ, പിന്നെ അവരുടെ അമ്മ എന്നിവരുടേതാണ് ഈ കുടുംബം. ഈ ഒരു യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്നും എങ്ങനെ ഈ ഫാമിലി സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ കഥയായിട്ട് വരുന്നത്. കഥയുടെ ഭാഗമായിട്ട് ഇത്ര മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളത്. ഈ ഒരു സിനിമ നിങ്ങൾ തികച്ചും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സിനിമ പോയി കണ്ടോളൂ. നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സിനിമയാണ് ദ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. സിനിമ കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ആനിമെ ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇങ്ങനത്തെ കുറെ ആനിമെ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.